കെ.എസ്.ആർ.ടി.സിയുടെ മൂന്നാർ ഡിപ്പോയെ സംബന്ധിച്ചിടത്തോളം അഴിമതിയുടെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുന്ന ഒരു ഡിപ്പോയാണ്. നേരത്തെ നമ്മളത് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളെ ഇവിടെ കാണിക്കുന്ന ദൃശ്യം കെ.എസ്.ആർ.ടി.സിയുടെ മൂന്നാർ ഡിപ്പോയിലെ ടോയ്ലറ്റാണ്. ആ ടോയ്ലറ്റ് അവിടെ ക്ലീൻ ചെയ്യുന്നതും വൃത്തിയാക്കുന്നതുമൊക്കെ കെ.എസ്.ആർ.ടി.സിയുടെ CLR വിഭാഗം ജീവനക്കാരാണ്. അവർ വളരെ ഭംഗിയായി ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നു എന്നുള്ളൊരു കാര്യം ഒരു വാസ്തവം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ മറ്റൊരു വശമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കെ.എസ്.ആർ.ടി.സിയുടെ ഈ ടോയ്ലറ്റുകൾ മിക്കവാറും ഉള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ കെ.എസ്.ആർ.ടി.സി കൊട്ടേഷൻ സ്വീകരിച്ചുകൊണ്ട് വിവിധ കമ്പനികൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് ലേലം ചെയ്ത് അതിൻ്റെ നടത്തിപ്പ് നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നടത്തിപ്പ് നൽകുന്നതിലെല്ലാം വൻതുക കെ.എസ്.ആർ.ടി.സിക്ക് ലാഭം ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ എറണാകുളത്തെയൊക്കെ സംബന്ധിച്ചിടത്തോളം പുതുതായിട്ട് പണിത് കിട്ടിയിരിക്കുന്നത് ഇത് കൊടുത്തിരിക്കുന്നു. ആലപ്പുഴ, ചേർത്തല തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ലക്ഷക്കണക്കിന് രൂപ വാടകയ്ക്കാണ് ഈ കാര്യം കൊടുത്തിരിക്കുന്നത്. കെ.എസ്.ആർ.ടി.സിക്ക് ആ പൈസ ഒന്നും കിട്ടുന്നില്ല. ആലപ്പുഴയിലെയും ചേർത്തലയിലെയൊക്കെ നമ്മളത് പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ പോലും ലക്ഷക്കണക്കിന് രൂപ പ്രതിവർഷം വരുമാനം ലഭിക്കുന്ന ഈ പബ്ലിക് ടോയ്ലറ്റുകൾ കെ.എസ്.ആർ.ടി.സിയുടെ സ്ഥാപനം ഇതിലുള്ളത് മൂന്നാറിൽ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ നമുക്കറിയാം, മൂന്നാറിൽ സീസൺ സമയത്ത് വളരെയധികം യാത്രക്കാർ തിങ്ങി നിറഞ്ഞ് കടന്നു വരുന്ന ഒരു പ്രദേശമാണ് മൂന്നാർ. അവർ ഭൂരിഭാഗവും കെ.എസ്.ആർ.ടി.സിയുടെ ഈ പബ്ലിക് ഈ ടോയ്ലറ്റ് സംവിധാനത്തെയാണ് ആശ്രയിക്കുന്നത്. അവിടെ നേർച്ചപ്പെട്ടി പോലെ ഒരു പെട്ടി വെച്ചിരിക്കുക. അപ്പോൾ ഈ പെട്ടിയിൽ മിക്കവാറും ഉള്ള ആളുകളെല്ലാം തന്നെ പൈസ ഇട്ടിട്ട് പോകുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് മൂന്നാറിൽ ഒന്ന് നോക്കിയപ്പോൾ നമ്മൾ നിരീക്ഷിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇതിൻ്റെ ചിത്രങ്ങളൊക്കെ എടുക്കുന്നത്. ഇപ്പോൾ ഈ സംവിധാനം ഇതിപ്പോൾ ഞാനൊരു വിവരാവകാശം ഞങ്ങളുടെ വെൽഫെയർ അസോസിയേഷൻ്റേതായിട്ട് നൽകി. ആ വിവരാവകാശ പ്രകാരം ആ സീസൺ ടൈമിലൊക്കെ 1000-1200 രൂപയാണ് മാക്സിമം ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പെട്ടി പൊട്ടിക്കുന്നത് അവിടുത്തെ ഈ എല്ലാ ദിവസവും രാവിലെ വന്ന് അവിടുത്തെ ഓഫീസ് അസിസ്റ്റൻ്റ് ആണെന്നാണ് കെ.എസ്.ആർ.ടി.സി പറയുന്നത്. പക്ഷേ അത് അവിടുത്തെ യാഥാർത്ഥ്യം അവിടെ ഒരു കൺട്രോളിംഗ് ഇൻസ്പെക്ടറുടെ ചുമതലയിലാണ് മൂന്നാർ ഡിപ്പോ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 28 സർവീസ് മാത്രമുള്ള ഗുരുവായൂർ ഡിപ്പോയിൽ ഒരു DTO ഇരിപ്പുണ്ട്. പക്ഷേ മൂന്നാറിലെ ATO സ്വന്തമായിട്ടില്ല, മറ്റേ ATO ചുമതലയാണ്. അവിടെ അടക്കി വാഴുന്ന സർവ്വസൈന്യാധിപനായിട്ട് അടക്കി വാഴുന്ന അനിൽകുമാർ എന്ന് പറയുന്ന ഒരു കൺട്രോളിംഗ് ഇൻസ്പെക്ടറാണ്. ഇയാൾ രാവിലെ വരുന്നു, ഈ പെട്ടി പൊട്ടിക്കുന്നു, അയാൾ തന്നെ എണ്ണുന്നു, കാശെടുക്കുന്നു, ഒരു കണക്ക് ഇവിടെ കാണിക്കുന്നു. അപ്പോൾ 1 രൂപ പോലും കെ.എസ്.ആർ.ടി.സിയുടെ തുക അന്യായമായി ചോർന്നു പോകില്ല എന്ന് പ്രസ്താവിച്ച ഒരു മന്ത്രി ഉള്ളപ്പോൾ മന്ത്രി തന്നെ പോയി നേരിട്ട് ഈ പ്രക്രിയ കാണുകയും ചെയ്തു. ഈ നേർച്ചപ്പെട്ടി വെച്ചിരിക്കുന്നു, ഈ നേർച്ചപ്പെട്ടി വീഴുന്ന പൈസ അങ്ങോട്ട് പോകുന്നു, ഒരു കണക്കുമില്ല. അപ്പോൾ ഇപ്പോൾ എറണാകുളത്തെ ബാത്റൂം തന്നെ 4 സ്റ്റാഫുകൾ അവിടെ ലീസിന് എടുത്തിരിക്കുന്നവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ 4 സ്റ്റാഫിനെ വെക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 2000 രൂപ സ്റ്റാഫിന് തന്നെ വാടക കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കണം. ഈ എറണാകുളത്തേക്കാൾ കൂടുതൽ ആളുകൾ ഈ പറഞ്ഞ മൂന്നാറിൽ അത് അവിടെ കുളിക്കുവാനും ടോയ്ലറ്റ് ഉപയോഗത്തിനായി ചെല്ലുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവം. ഏറ്റവും കുറഞ്ഞത് ഒരു 10000 രൂപയ്ക്ക് അടുത്ത് പ്രതിദിനം വരുമാനം ലഭ്യമാകുന്നിടത്താണ് ഈ 1200 രൂപ കണക്കിൽ കാണിച്ച് ബാക്കി കാശ് കൊള്ളയടിക്കുന്നത്. മൂത്രപ്പുരയുടെ കാശ് പോലും കൊള്ളയടിക്കുകയാണ്. അവിടുത്തെ കൺട്രോളിംഗ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഈ കൊള്ള നടക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ഇത് അറിയാഞ്ഞിട്ടാണോ, അതോ ഈ മൂന്നാറിലെ ഈ ഇത് വാടകയ്ക്ക് കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ലേലത്തിന് വെച്ചിട്ടില്ല എന്ന് ഉള്ള വിവരം മന്ത്രിയെ അറിയിക്കാത്തതാണോ, മന്ത്രി അറിഞ്ഞിട്ടും ഈ കൊള്ള ഇവർക്ക് ചെയ്യുവാനുള്ള ഒരു അവസരമായി നൽകിയിരിക്കുന്നതാണോ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. ഇതിൻ്റെ രണ്ടാമത്തെ ഒരു പ്രശ്നം, നിങ്ങൾക്കറിയാം, മൂന്നാർ പോലെ വിനോദസഞ്ചാരികൾ വരുന്ന കേരളത്തിൻ്റെ ഒരു സൗന്ദര്യത്തിൻ്റെ മുഖമുദ്രയായിട്ടുള്ള ഒരു സ്ഥലത്ത് ഈ സ്ഥാപനത്തിന്, ഈ കെ.എസ്.ആർ.ടി.സി ഡിപ്പോയിലോട്ട് ചെല്ലുമ്പോഴേ അതീവ ദുർഗന്ധമാണ്. ഇതിൻ്റെ പിൻഭാഗത്ത് ടോയ്ലറ്റ് വൃത്തിയാകാച്ചിട്ടല്ല കേട്ടോ, ഇതിൻ്റെ പിൻഭാഗത്ത് ഈ ടോയ്ലറ്റ് നിറഞ്ഞിട്ട് ഇത് പോരാതെ ഇത് നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. അത് ആ തൊട്ടപ്പുറത്തുള്ള പുറകിലുള്ള നദിയിലേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ ഈ സാധാരണ നമ്മളിത് കരാറുകാരെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവരാണ് ഈ ക്ലീനിങ്, ഇതിൻ്റെ ഈ ടാങ്ക് നിറയുമ്പോൾ അത് ബന്ധപ്പെട്ട ആളുകളെ വിളിച്ച് ആ ടാങ്ക് ക്ലീൻ ചെയ്യിക്കുന്ന പ്രക്രിയയൊക്കെ ചെയ്യുന്നു. ഇവിടെ ഇതിപ്പോൾ യാതൊരു ഉത്തരവാദിത്തമില്ല. ഈ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ഈ കാശ് കൊണ്ടുപോകുന്നതല്ലാതെ, ഈ കാശ് പൊട്ടിച്ചെടുക്കുന്നു, എണ്ണുന്നു, അവിടെ ഒരു കണക്ക് കാണിക്കുന്നു, അതല്ലാതെ ഈ പറഞ്ഞ അത് ക്ലീൻ ചെയ്യാനോ അത് പൊട്ടി ഒഴുകിയിട്ട് അത് നിറഞ്ഞ് കവിഞ്ഞൊഴുകിയിട്ട് അത് വൃത്തിയാക്കാനുള്ള യാതൊരു സംവിധാനവുമില്ല. നിങ്ങൾ മൂന്നാറിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ആ ദുർഗന്ധം കാരണം ആ പ്രദേശത്തേക്ക് കിടക്കത്തില്ല. കാരണം അതിന് നേരെ തൊട്ടടുത്താണ് ഈ മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാർ ഇരുന്ന് പണിയുന്ന ഗ്യാരേജ് ഉള്ളത്. ആ ഗ്യാരേജിൽ ഈ ദുർഗന്ധം അടിച്ചുകൊണ്ടാണ് ജീവനക്കാർ ജോലി എടുക്കുന്നത്. തിരുവായ്ക്ക് എതിർവായില്ല എന്ന് പറഞ്ഞതുപോലെ ഈ മൂന്നാറിലെ തമ്പുരാനായിട്ടുള്ള ഈ കൺട്രോളിംഗ് ഇൻസ്പെക്ടറുടെ എതിർവാക്ക് ശബ്ദിക്കുവാൻ ഭയന്നിട്ട് അയാൾ അവിടുത്തെ ലോക്കൽ ഗുണ്ടായുസത്തെ ഇറക്കി ഇപ്പൊ മന്ത്രിക്ക് തന്നെ അറിയാം അവിടെ എങ്ങനെയൊക്കെ സംഭവം. ലോക്കൽ ഗുണ്ടായുസത്തെ ഇറക്കി അയാൾക്ക് വേണ്ടി അവിടെ പിടിയാളുകളാകുവാൻ സ്വകാര്യ ബസ് ലോബി, പണ്ട് തടിപറിച്ച് വിറ്റ ആൾക്കാര്, ഇങ്ങനെ വിവിധ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ മൂന്നാറിൽ നടക്കുന്ന ഈ കൊള്ള, ബാത്റൂം ടോയ്ലറ്റിന്റെ പേരിൽ നടക്കുന്ന ഈ കൊള്ള, അവിടെ ആ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാതെ പരിസര മലിനീകരണം ഉണ്ടാക്കി സാംക്രമിക രോഗങ്ങൾക്ക് ഇതാകുന്ന വിധം ഈ നിറഞ്ഞൊഴുകുന്ന വെള്ളം ആ തോടിലേക്ക് തുറന്നു വിടുന്ന ഈ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട അധികൃതർ ശ്രദ്ധിക്കുന്നില്ല.
അതുകൊണ്ട് മൂന്നാറിൽ നടക്കുന്ന ഈ അഴിമതി 1 രൂപ പോലും ചോരുവാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന ഒരു മന്ത്രി ഉള്ളപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അഴിമതി മൂന്നാറിൽ നടക്കുന്നു എന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. നന്ദി. Thank you.